ഹലോ ഗൈസ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരുപാട് ലഗേജുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് ഇത്രയും ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടെന്ന് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ഷോർട്സിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം, എവിടേക്കാണ് ഈ ലഗേജൊക്കെ കെട്ടിപ്പറക്കി പോകുന്നത് എന്ന്. അപ്പം നമ്മൾ മൈസൂരിലോട്ട് പോവാണ്, ഷെയിംഖാൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഷെയിംഖ ഇപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് കാലം നമ്മൾ അവിടെ ആയിരിക്കും. ഞാൻ സത്യത്തിൽ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റണോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, മൈസൂർ മല്ലു എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. പക്ഷെ ഇപ്പം നമ്മൾ മൈസൂർ സംബന്ധമായിട്ടോ അല്ലാണ്ട് മൈസൂർ നിൽക്കുന്നതോ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേര് മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പേര് മാറ്റേണ്ടി വന്നില്ല ഗൈസ്, നമ്മൾ മൈസൂർ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൊന്നും മാറ്റേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം നല്ല തിരക്കുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊന്നും സ്ഥലവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ലഗേജ് ഉണ്ട് ഗൈസ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് മൈസൂർ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ശബ്ദ കോലാഹലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ലഗേജും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഉണ്ണിയും ഒക്കെ ആയിട്ട് കയറുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവശ്യമിട്ട് മൈസൂർക്ക് പോകുന്ന ബസ് ഫുഡ് കഴിക്കാൻ നിർത്തുന്നത് ഒരു സ്റ്റോപ്പുണ്ട്. എന്താ അതിൻ്റെ പേര് എന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇവിടെ ഒരു ഹോട്ടലിൻ്റെ അവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുക. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. പക്ഷെ നമ്മൾ ലഗേജൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അപ്പോഴേക്ക് ഷെയിംഖ പോയിട്ട് ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു. ഷെയിംഖ എന്തോ സോഡയാണ് കുടിച്ചത്. ഞാനും ഇച്ചുമൊക്കെ മുസമ്പിയുടെ ഒരു ജ്യൂസ് കുടിക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു കഴിച്ച്. നമ്മളിനി ബസ്സിൽ കയറി ഇനി പെരിന്തൽമണ്ണയിലാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോഴേക്കും നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ബസ്സിൽ കയറലും ഞങ്ങൾ വേഗം പാട്ടായി ഗൈസ്. ആരും അറിഞ്ഞില്ല, മൈസൂർ എത്തിയിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. ആ ഒരു സമയമാകുമ്പോഴേക്കും ബസ് വന്നു. തൃശ്ശൂരിൽ നിന്ന് ബസ് എടുക്കുമ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 10 മിനിറ്റോളം നമ്മൾ ഈ ഹോട്ടലിൻ്റെ അവിടേക്ക് ഇവിടെ നിന്ന് ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഹെവി ലഗേജസൊക്കെ നമുക്ക് കയറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ 3 പേരതും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റി ഞങ്ങൾ സീറ്റിലൊക്കെ കയറി സെറ്റായി ഗൈസ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മൾ ബസ്സിലൊക്കെ കയറിയിരുന്നു. ഇനി നമ്മളെ ബസ് ഏകദേശം വരുമ്പോൾ ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 9:45 ബസ്, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ 10:30 ഒക്കെ ആയി നമ്മുടെ ബസ് എടുക്കുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ കയറിയിരുന്നു. ഇച്ചു ഭയങ്കര ഹാപ്പിയാണ്. ഇച്ചുവിനെ മങ്കി ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വലിച്ചെറിഞ്ഞു. അത് വേറെ കാര്യം, കാരണം അവർക്ക് അങ്ങനത്തെ ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ വലിച്ചു കളഞ്ഞു. പിന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അവൾ ഉറങ്ങിയത്. കുറേ ടൈം എടുത്തു, കാരണം ഈ യാത്ര ചെയ്യില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പൊതുവെ ഇച്ചുവിന് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അത്ര ഗതി കെട്ടാൽ മാത്രമേ ഇച്ചു ഉറങ്ങത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ കയറി ഇന്ന് സെറ്റായി. ഇച്ചുത് നിങ്ങൾക്ക് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ മൈസൂർ പാലസാണ് ഗൈസ് കാണുന്നത്. കുറേ കാലമായി നമ്മൾ മൈസൂരിൽ നിൽക്കാനായിട്ട് വന്ന് പോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് എന്നല്ലാതെ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് കുറച്ച് കാലമായി. അപ്പോൾ പാലസൊക്കെ കണ്ടു. നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കിയതാണ് നമ്മൾ വന്ന ബസ്. സ്വിഫ്റ്റ് ഗരുഡ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബസ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നമ്മൾ ഇറങ്ങി. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതായിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മളവിടെ നിൽക്കുന്ന ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ മൈസൂർ വന്നാൽ കുറേ ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ വന്നിട്ട് എടുക്കാൻ പോകേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോക്കാർ വന്ന് നമ്മൾ ലഗേജൊക്കെ കയറ്റി നമ്മളെ റൂമിലെത്തി ഗൈസ്. റൂമിലെത്തിയതിന് ശേഷം ഷെയിംഖ നൂൽപുട്ടും മുട്ടക്കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ റൂമിലിരുന്ന് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് ഷെയിംഖ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ മൈസൂർ സിറ്റിയിലുള്ള റിലയൻസിൻ്റെ സ്മാർട്ടിലൊക്കെ ആട്ടോ പോയത്. അവിടെ പോയി നമുക്ക് എല്ലാതും കിട്ടും. ഡ്രസ്സ്, പാത്രങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ് എല്ലാതും നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. വലിയ ഓവർ റേറ്റ് അല്ല, എങ്കിൽ റേറ്റും ഉണ്ട് ഗൈസ്, അങ്ങനെ തന്നെ പറയാം. എന്നാൽ ചില ഐറ്റംസിനൊക്കെ നമുക്ക് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ, പിന്നെ വേസ്റ്റ് ഇടാനുള്ള പാത്രം, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാത്റൂം ക്ലീനർ, ബ്രഷ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി. പിന്നെന്താ വാങ്ങാണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല. നമ്മുടെ കിച്ചൺ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ, ബാത്റൂം ക്ലീനർ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ ബക്കറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങി കേട്ടോ. അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്ന് അതൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് ഫ്രീ ആയപ്പോൾ നമ്മളെന്ത് പുറത്തേക്ക് ഒരു പാനിപ്പൂരി, മസാലപ്പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും ഷെയ്മക്കയും ഇച്ചൊക്കെ കൂടിയിട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു ഷോപ്പ് ഞങ്ങൾ പണ്ട് മൈസൂർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ ഒരു സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഇവർ നല്ല അടിപൊളി മസാലപ്പൂരിയും പാനിപ്പൂരിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഉമ്മ പാനിപ്പൂരി കഴിച്ചു, ഞാൻ മസാലപ്പൂരി, ഷെയ്മക്ക ദഹിപ്പൂരി കഴിച്ചു. ഇച്ചുവിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവൾ ആ ബോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരുടെ പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെ ഇപ്പോഴും. അപ്പോൾ അതൊക്കെ കഴിച്ചൊന്ന് ഫ്രീ ആയി. വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോണ സമയത്ത് ബേക്കറിയിൽ കയറി. ബേക്കറിയിൽ ഇവിടെ കുറേ സ്വീറ്റ്സാണ് ഗൈസ്. അപ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഒരു ചോക്കോബാർ വാങ്ങിച്ചു, ഉമ്മാക്കും ചോക്കോബാർ വാങ്ങിച്ചു, ഷെയ്മക്കയും വാങ്ങിച്ചു. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നമ്മൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു വഴിയിലൂടെ പോയിട്ടാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ് നമ്മളത്. മേലേക്കൊന്നും വേറെ താമസക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് മൈസൂരിലോട്ട് വന്ന വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.